ലോകം പുതുവർഷത്തിനൊരുങ്ങുകയാണ്. ആഹ്ലാദത്തിന്റെ വേളകൾ, ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ച നിമിഷങ്ങൾ, പാരീസ് എന്ന സ്വപ്നം, മൈതാനങ്ങളെയും ഗാലറികളെയും ശൂന്യമാക്കി പടിയിറങ്ങിയ ഇതിഹാസങ്ങൾ, പോരാട്ടത്തിന്റെ പ്രതീകമായ ഒരുവരുടെ കണ്ണീരുപ്പിൽ കുതിർന്ന ഗോദ. 2024 എല്ലാം കൊണ്ടും സംഭവബഹുലമായിരുന്നു. ഏകദിനത്തിൽ നഷ്ടപ്പെട്ട ലോകകപ്പ് T20യിൽ പിടിച്ചെടുത്ത് ഇന്ത്യ കടം വീട്ടി. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു 18-കാരൻ ചതുരംഗക്കളത്തിലെ ചാതുര്യം കൊണ്ട് വിശ്വവിജയിയായി. മലയാളിയായ ഒരു കാവൽക്കാരന്റെ കരുത്തിൽ ഇന്ത്യൻ ഹോക്കി ഒളിമ്പിക്സിലും അഭിമാനമായി. പക്ഷേ ഇതിനിടയിലും കായിക രംഗത്ത് വിവേചനങ്ങളുടെയും വിവാദങ്ങളുടെയും കറപുരണ്ട വർഷം കൂടിയായിരുന്നു പോയ 2024. ക്രിക്കറ്റിനെ ഇന്ത്യയുടെ ഉത്സവം എന്നാണ് വിശേഷിപ്പിക്കാറ്. ഇത്രയധികം ബാഹുല്യമുള്ള വൈവിധ്യങ്ങളുള്ള ഒരു ജനതയെ ഒന്നിപ്പിക്കുന്ന വികാരമായി ഇന്ത്യയിൽ ക്രിക്കറ്റ് മാറിയിട്ടുണ്ട്. രാജ്യം മുമ്പെങ്ങും കാണാത്ത വിധം ക്രിക്കറ്റിനെ കൊണ്ടാടിയ വർഷം കൂടിയായിരുന്നു 2024. ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയയോടേറ്റ പരാജയം. അതിന് ഇന്ത്യൻ ടീം കണക്കുതീർത്തത് 2020 ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിക്കൊണ്ടായിരുന്നു. അതും മത്സരത്തിലുടനീളം അജയ്യരായിട്ടായിരുന്നു കിരീട നേട്ടമെന്നത് ഇരട്ടി മധുരം. T20 ലോകകപ്പിൽ ഒരു തോൽവി പോലും വഴങ്ങാതെ കിരീടം സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യ സൃഷ്ടിച്ചത് ചരിത്രം. ആകാംക്ഷയും ആവേശവും അവസാന പന്ത് വരെ നിലനിർത്തിയ മത്സരമായിരുന്നു ഫൈനലിൽ നടന്നത്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഓപ്പണറായി ഇറങ്ങിയ വിരാട് കോഹ്ലി 59 പന്തിൽ 76 റൺസ് അടിച്ച് വിജയത്തിലേക്കുള്ള വഴിപാകി. അഞ്ചാമനായെത്തിയ അക്സർ പട്ടേലും തകർത്തടിച്ചതോടെ ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റിന് 176 റൺസ് എന്ന നിലയിൽ. അർഷ്ദീപ് സിംഗിന്റെയും കുൽദീപ് യാദവിന്റെയും മികവിൽ ദക്ഷിണാഫ്രിക്കയെ 169 റൺസിൽ പിടിച്ചുകെട്ടി ഇന്ത്യ 12 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് T20 ലോകകപ്പ് സ്വന്തമാക്കി. അണ്ടർ 19 ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ വനിതാ ടീം കിരീടം ചൂടിയതും 2024 സന്തോഷങ്ങളിലൊന്നാണ്. മലേഷ്യയിലെ കൊലാലംപൂരിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ് പ്രഥമ അണ്ടർ 19 ഏഷ്യ കപ്പ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ മലയാളി സാന്നിധ്യം, ക്രീസിൽ പിടിച്ചു നിന്നാൽ റൺസിന്റെ വെടിക്കെട്ട് തീർക്കുന്നവൻ, സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന വിഴിഞ്ഞത്തുകാരൻ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിലയുറപ്പിച്ച വർഷം കൂടിയായിരുന്നു 2024. അന്താരാഷ്ട്ര T20യിൽ ഒരു കലണ്ടർ വർഷം 3 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സഞ്ജു മാറി. IPLൽ രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിച്ച സഞ്ജു രഞ്ജി ട്രോഫിയിലും പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. മികച്ച ഫോം കാത്തുസൂക്ഷിക്കുകയും ക്രീസിൽ സ്ഥിരത കണ്ടെത്തുകയും ചെയ്താൽ ഇന്ത്യൻ ടീമിനെ സഞ്ജു എന്ന യുവ ക്യാപ്റ്റൻ നയിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് മുൻ താരം റോബിൻ ഉത്തപ്പ പ്രവചിച്ചത്. That's a brilliant 50 from Sanju Samson. He looked good on game 1, he looked good in game 2, but he needed a big score and he got it. The way he's batting, it's not looking good for Bangladesh. Hitting them both sides of the wicket, whether it's over cover, mid-on, square leg, mid-wicket, it's been brilliant. പോയ വർഷത്തിൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ സ്റ്റാർ സ്പിന്നർ R അശ്വിൻ തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. മെൽബണിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെയാണ് അശ്വിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായത്. ബ്രിസ്ബെയിൻ ടെസ്റ്റിനു ശേഷം രോഹിത് ശർമ്മയ്ക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെച്ചാണ് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. 106 ടെസ്റ്റുകളിൽ നിന്നായി 537 വിക്കറ്റുകളാണ് താരം വീഴ്ത്തിയത്. 116 ഏകദിനങ്ങളിൽ നിന്നായി 156 വിക്കറ്റുകൾ, 65 T20യിൽ നിന്നായി 72 വിക്കറ്റുകളും അശ്വിൻ സമ്പാദിച്ചു. ടെസ്റ്റിൽ 6 സെഞ്ചുറികളും അശ്വിൻ നേടിയിട്ടുണ്ട്. ആകെ 3503 റൺസാണ് തന്റെ കരിയറിൽ താരം നേടിയത്. 2010 ജൂണിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അശ്വിൻ അരങ്ങേറ്റം നടത്തിയത്. 2011 ഏകദിന ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിലെ അംഗം കൂടിയായിരുന്നു അശ്വിൻ. ടെസ്റ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടിയ താരവും അശ്വിൻ തന്നെ. അനിൽ കുംബ്ലെയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളറും അശ്വിനാണ്. താരത്തിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ ആരാധകരിലും വലിയ ഞെട്ടലുളവാക്കിക്കൊണ്ടാണ് 2024 കടന്നുപോയത്.
ഫുട്ബോളിലെ രാജകുമാരൻ സുനിൽ ഛേത്രിയും രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച വർഷമാണ് കടന്നുപോയത്. 2 പതിറ്റാണ്ടുകൾ ഇന്ത്യൻ ജേഴ്സിയിൽ കളം വാണ സുനിൽ ഛേത്രി കൈവരിച്ച നേട്ടങ്ങൾ ഏറെയാണ്. കൊൽക്കത്തയിൽ കുവൈറ്റിനെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തോടെയാണ് സുനിൽ ഛേത്രിയുടെ അവിസ്മരണീയ രാജ്യാന്തര കരിയറിന് ലോങ് വിസിൽ മുഴങ്ങിയത്. മത്സരം ഗോൾ രഹിത സമനിലയിലാണ് പിരിഞ്ഞത്. 39-ാം വയസ്സിൽ ഇന്ത്യൻ ജേഴ്സി ഊരുമ്പോൾ സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോളിലെ തിളങ്ങുന്ന മുഖമായി മാറിക്കഴിഞ്ഞിരുന്നു. കാൽപന്തുകളി രക്തത്തിൽ അലിഞ്ഞ കുടുംബത്തിലാണ് താരത്തിന്റെ പിറവി. നേപ്പാൾ വംശജരായ സുനിൽ ഛേത്രിയുടെ മാതാപിതാക്കൾ ഫുട്ബോൾ താരങ്ങളായിരുന്നു. ഇന്ത്യയുടെ നീലക്കുപ്പായം സ്വന്തമായതോടെ ഛേത്രി പുൽമൈതാനങ്ങളെ ത്രസിപ്പിക്കുന്ന താര പദവിയിലേക്ക് ഉയർന്നു. നായകന്റെ ആംബാൻഡ് അണിഞ്ഞ ഈ 5 അടി 7 ഇഞ്ചുകാരൻ രാജ്യത്തെ നിരവധി കിരീട വിജയങ്ങളിലേക്ക് നയിച്ചു. 4 സാഫ് ചാമ്പ്യൻഷിപ്പ്, 3 നെഹ്റു കപ്പ്, 2 ഇന്റർ കോണ്ടിനെന്റൽ കപ്പുകൾ, ചാലഞ്ച് കപ്പ് കിരീട നേട്ടങ്ങളിൽ പങ്കാളിയായി. 7 തവണ ഇന്ത്യയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരവും ഛേത്രിയെ തേടിയെത്തി. രാജ്യത്തിന് വേണ്ടി ഗോൾ നേടിയവരിൽ സുനിൽ ഛേത്രിക്ക് മുന്നിൽ ഇപ്പോൾ കളിക്കുന്നവരിൽ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും മാത്രം. ISL-ലും മിന്നും പ്രകടനം. ലീഗിലെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ആദ്യ ഹാട്രിക്കും സുനിൽ ഛേത്രിയുടെ പേരിന് നേരെ തന്നെയാണ് എഴുതി ചേർത്തിട്ടുള്ളത്. ആക്രമണ ഫുട്ബോളിന്റെ ആരവങ്ങൾക്കൊപ്പം മൈതാനങ്ങൾ അടക്കിവാണ പ്രതിഭയുടെ കയ്യൊപ്പ് ചാർത്തിയ സുനിൽ ഛേത്രിക്ക് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ആശംസകൾ നേരുകയാണ് കായിക ലോകം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായൊരു അധ്യായമായിരുന്നു പാരീസ് ഒളിമ്പിക്സ്. മെഡൽ നേട്ടത്തിൽ കാര്യമായ മുന്നേറ്റം അവകാശപ്പെടാനായില്ലെങ്കിലും ഭാവി പ്രതീക്ഷകൾക്ക് തിരി തെളിക്കുന്നതായിരുന്നു 2024 ഇന്ത്യയുടെ ഒളിമ്പിക്സ് നേട്ടങ്ങളെല്ലാം. ഇരട്ട വെങ്കല മെഡൽ നേട്ടവുമായി മനു ഭാക്കറും, ബാഡ്മിന്റണിൽ വെങ്കലത്തോളം എത്തിയ ലക്ഷ്യ സെന്നും, ഹോക്കിയിൽ വെങ്കലം സമ്മാനിച്ച PR ശ്രീജേഷും, വെള്ളി മെഡലും റെക്കോർഡുമായി നീരജ് ചോപ്രയും, ആത്മധൈര്യത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പര്യായമായി മാറിയ വിനേഷ് ഫോഗട്ടും പാരീസ് ഒളിമ്പിക്സിനെ 2024 അടയാളപ്പെടുത്തി. പാരീസ് ഫാഷന്റെയും സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും നഗരം. ലോകമെമ്പാടുമുള്ള ബുദ്ധിജീവികളെയും തത്വചിന്തകരെയും സാഹിത്യകാരന്മാരെയും തന്റെ വശ്യരാവുകളിലേക്കും കല്ലുപാകിയ ഫ്രഞ്ച് ഇടവഴികളിലേക്കും കൊച്ചു കഫേകളിലേക്കും ആകർഷിച്ച നഗരം പാരീസ്. ചരിത്രവും പ്രാധാന്യവും കൊണ്ട് പെരുമയേറെയുള്ള പാരീസിലേക്ക് വീണ്ടും ഒളിമ്പിക്സ് എത്തിയപ്പോൾ പ്രത്യേകതകൾ ഏറെയുണ്ടായിരുന്നു. നഗരം ഒളിമ്പിക്സിന്റെ ആരവങ്ങളിൽ അലിഞ്ഞപ്പോൾ അവസാനിച്ചത് ഒരു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പാണ്. കൃത്യം 100 വർഷം മുൻപായിരുന്നു പാരീസിലെ 2ാമത്തെ ഒളിമ്പിക്സ്. ഇതോടെ 3 തവണ ഒളിമ്പിക്സിന് ആതിഥ്യം അരുളുന്ന 3ാമത്തെ നഗരമായി പാരീസ് മാറി. ചരിത്രത്തിലെ തന്നെ 2ാമത്തെ ഒളിമ്പിക്സിന് 1900-ൽ വേദിയായതും പാരീസ് തന്നെ. ചരിത്രം ഒരിക്കൽ കൂടി എത്തിയപ്പോൾ പുതുമകളെ ഉൾക്കൊള്ളിക്കാനും പാരീസ് മറന്നിരുന്നില്ല. ആദ്യമായി സ്ത്രീ പുരുഷാനുപാതം തുല്യമായ ഒളിമ്പിക്സ് ആയിരുന്നു 2024-ൽ പാരീസിൽ നടന്നത്. ആദ്യമായി തുറന്ന വേദിയിൽ നടന്ന മാർച്ച് പാസ്റ്റും സെൻ നദിയിൽ നടന്ന കയാക്കിംഗ് അടക്കമുള്ള മത്സരങ്ങളും പാരീസ് ഒളിമ്പിക്സിനെ വേറിട്ടതാക്കി. മത്സരബുദ്ധിക്കും ജയപരാജയങ്ങൾക്കും അപ്പുറം യുദ്ധങ്ങളെയും മഹാമാരിയെയും വെന്ന് മനുഷ്യചേതന ഒന്നാകലിന്റെയും ഒത്തുചേരലിന്റെയും ആനന്ദം പങ്കുവെക്കുമെന്നതിന്റെ പ്രതീകം കൂടിയായി 2024-ലെ പാരീസ് ഒളിമ്പിക്സ് മാറി. 2024-ലെ പാരീസ് ഒളിമ്പിക്സിൽ 5 വെങ്കലവും 1 വെള്ളിയും ഉൾപ്പെടെ 6 മെഡലുകൾ നേടാനേ ഇന്ത്യക്ക് കഴിഞ്ഞുള്ളൂ. മെഡൽ ഇരട്ടയക്കത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിലും നേടിയ നേട്ടങ്ങളെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ചെറുതായിരുന്നില്ല. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ വെങ്കലം നേടി മനു ഭാക്കറാണ് മെഡൽ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. തുടർന്ന് മിക്സഡ് ടീം ഇനത്തിൽ സർബ്ജോത് സിംഗിനൊപ്പം മറ്റൊരു വെങ്കലം കൂടി നേടി. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ സ്വപ്നിൽ കുസാലെ വെങ്കലം നേടിക്കൊണ്ട് ഈ ഇനത്തിലെ ഇന്ത്യയുടെ ആദ്യ മെഡലിനെ അടയാളപ്പെടുത്തി. 3ാം സ്ഥാനത്തിനുള്ള പ്ലേ ഓഫിൽ സ്പെയിനിനെ 2-1 പരാജയപ്പെടുത്തി ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം 4ാമത്തെ വെങ്കല മെഡൽ സംഭാവന ചെയ്തു. നായകൻ ഹർമൻപ്രീത് സിംഗ് ആണ് 2 ഗോളുകളും നേടിയത്. 1ാം സ്ഥാനം പ്രതീക്ഷിച്ചാണ് പാരീസിലെത്തിയതെങ്കിലും ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ നേടാനേ കഴിഞ്ഞുള്ളൂ. പക്ഷേ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിൽ 2 ഒളിമ്പിക് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് എന്ന ബഹുമതി സ്വന്തമാക്കി നീരജ് ചരിത്രം കുറിച്ചു. 2024 ഒളിമ്പിക്സിലെ ചരിത്ര നേട്ടം മനു ഭാക്കർ എന്ന പെൺകുട്ടിയുടെ പേരിലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ താരമെന്ന ബഹുമതിയോടെയാണ് മനു പാരീസിൽ നിന്ന് മടങ്ങിയത്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത വിഭാഗത്തിലായിരുന്നു ആദ്യ മെഡൽ നേട്ടം. ഷൂട്ടിംഗ് വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടം കൂടി മനു ഭാക്കർ ഇതോടൊപ്പം സ്വന്തമാക്കി. വ്യക്തിഗത മെഡലിനൊപ്പം 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ഇനത്തിൽ സർബ്ജോത് സിംഗിനൊപ്പം വെങ്കലം നേടി. ഒളിമ്പിക് ഷൂട്ടിംഗിൽ 12 വർഷങ്ങൾ നീണ്ട ഇന്ത്യയുടെ മെഡൽ വരൾച്ചയ്ക്ക് അറുതി വരുത്തിയാണ് ഹരിയാനയിലെ ജജ്ജാറിൽ നിന്നുള്ള 22-കാരി രാജ്യത്തിന്റെ അഭിമാനമായത്.
6 സീരീസുകളുള്ള മത്സരത്തിൽ എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായ ആധിപത്യം പുലർത്തിയാണ് മനു വെങ്കലമുറപ്പിച്ചത്. ആദ്യഘട്ടത്തിലെ 10 ഷോട്ടുകൾ പൂർത്തിയായപ്പോൾ തന്നെ മനു 3-ാം സ്ഥാനം ഉറപ്പിച്ചിരുന്നു. പിന്നീട് സ്ഥിരതയാർന്ന പ്രകടനം. ഒരിക്കൽ പോലും 3-ാം സ്ഥാനത്ത് നിന്ന് താഴെ പോയില്ല. 5-ാം ഘട്ടത്തിൽ 2-ാം സ്ഥാനത്തുള്ള കിമിയേജിയെ മറികടന്നെങ്കിലും അവസാന ഷോട്ടിൽ വീണ്ടും 3-ാം സ്ഥാനത്തേക്ക് തന്നെ എത്തുകയായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിലെ കൈപ്പേറിയ ഓർമ്മകൾക്കുള്ള സമ്മാനമാണ് 2024 ഒളിമ്പിക്സിലെ വെങ്കലമെന്നായിരുന്നു മനുവിന്റെ പ്രതികരണം. വാർത്തകളും വിവാദങ്ങളും കൊണ്ട് സംഭവബഹുലമായ 2024 കൂടുതൽ കായിക വിശേഷങ്ങളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. ഇന്ത്യ എക്കാലത്തും മികച്ച താരങ്ങളെ സമ്മാനിച്ചിട്ടുള്ള കായിക ഇനമാണ് ബാഡ്മിന്റൺ. 2024 ഇന്ത്യൻ ബാഡ്മിന്റണിൽ ഒളിമ്പിക്സിലും അല്ലാതെയും തിളങ്ങിയത് 22-കാരനായ ഒരു യുവാവാണ്. അരങ്ങേറ്റ മത്സരം മുതൽ കോർട്ടിൽ സമഗ്രാധിപത്യം പുലർത്തിയ ലക്ഷ്യ സെൻ. സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഒളിമ്പിക്സിന്റെയും തോമസ് കപ്പിന്റെയും ക്വാർട്ടർ ഫൈനലിലെത്തിയതും പോയ വർഷത്തിന്റെ നേട്ടങ്ങളാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടേയുള്ളൂ ലക്ഷ്യ സെൻ. ഒളിമ്പിക്സിലെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വരവറിയിച്ചു. മെഡലിൽ ഇക്കുറി തന്റെ പേരെഴുതി ചേർക്കാനായില്ലെങ്കിലും വെങ്കലത്തോളം എത്തിയ ആ നേട്ടം വരും വർഷങ്ങളിലേക്കുള്ള പ്രതീക്ഷ കൂടിയാണ്. ചെറുപ്രായത്തിലെ റാക്കറ്റ് കയ്യിലെടുത്ത ലക്ഷ്യ 9-ാം വയസ്സിൽ പ്രകാശ് പദുക്കോൺ അക്കാദമിയിലെത്തി. ബാഡ്മിന്റണിലെ വണ്ടർ കിഡായിരുന്നു ലക്ഷ്യ. 2018 നടന്ന ഏഷ്യൻ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും നേടി. അതേ വർഷം നടന്ന യൂത്ത് ഒളിമ്പിക്സിൽ വെള്ളി നേട്ടം. 2022 ഇന്ത്യൻ ഓപ്പണിൽ കിരീടം, 2023 കാനഡ ഓപ്പൺ കിരീടം. 2024 ബാഡ്മിന്റൺ കോർട്ടിൽ ഏറ്റവും ഉയരത്തിൽ പറന്നതാരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ, അത് ലക്ഷ്യ എന്നാണ്. ഫ്രഞ്ച് ഓപ്പണിൽ ഫൈനലിലെത്തിയ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യവും വലിയ പ്രതീക്ഷകളോടെയാണ് 2024 പാരീസിലെത്തിയത്. തോമസ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിലെത്തിയതും മുൻ ലോക ചാമ്പ്യന്മാരായ കൊറിയയെ തോൽപ്പിച്ചതും എണ്ണം പറഞ്ഞ വിജയങ്ങൾ തന്നെയാണ്. മുൻകാലങ്ങളിൽ ബാഡ്മിന്റണിൽ ഇന്ത്യക്കുണ്ടായിരുന്ന ആധിപത്യം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളുമായി തന്നെയാണ് 2024 കടന്നുപോകുന്നത്. PR ശ്രീജേഷ് പരിചയപ്പെടുത്തലോ മുഖവരിയോ ആവശ്യമില്ലാത്ത ഇന്ത്യൻ ഹോക്കിയുടെ കരുത്തുറ്റ കോട്ടകാവൽക്കാരൻ. 2024 ഒളിമ്പിക്സിൽ ശ്രീജേഷിന്റെ ചിറകിലേറിയാണ് ഇന്ത്യൻ ടീം വെങ്കല നേട്ടത്തിലേക്ക് എത്തിയത്. രാജ്യത്തിന് തന്നെ അഭിമാനമായ നേട്ടങ്ങൾ സമ്മാനിച്ച ശ്രീജേഷ് ഹോക്കി മൈതാനത്തോട് വിട പറഞ്ഞ വർഷം കൂടിയാണ് 2024. സമ്പന്നമായൊരു ഹോക്കി ചരിത്രമുണ്ട് ഇന്ത്യക്ക്. ആ ചരിത്രത്തിന്റെ പെരുമ ചോരാതെ 2 പതിറ്റാണ്ടുകൾ വലകാത്ത PR ശ്രീജേഷും 2024 കളിക്കളത്തോട് വിട പറഞ്ഞു. വിരമിക്കലിന് മുൻപുള്ള അവസാന അംഗത്തിനായാണ് ഇന്ത്യൻ ഹോക്കിയുടെ സൈന്യാധിപനും സംഘവും പാരീസിലെത്തിയത്. വെങ്കല മെഡൽ സമ്മാനിച്ചുകൊണ്ടാണ് ടീം ശ്രീജേഷിന് യാത്രയയപ്പ് നൽകിയത്. ഏഷ്യാ കപ്പും ഒളിമ്പിക്സും അടക്കം അന്താരാഷ്ട്ര മത്സരങ്ങളിലെല്ലാം ഇന്ത്യൻ പ്രതിരോധം ചോരാതെ കാത്തത് ശ്രീജേഷ് എന്ന ഗോൾ കീപ്പറുടെ കൈകളാണ്. ഹോക്കി പോലൊരു കായിക ഇനത്തിന് യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്നിട്ടും എറണാകുളത്തെ കിഴക്കമ്പലം എന്ന ഗ്രാമത്തിൽ നിന്നാണ് ശ്രീജേഷ് രാജ്യാന്തര ഹോക്കിയുടെ നെറുകയിലെത്തിയതും കളിക്കളത്തിൽ 2 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കിയതും. വീട്ടിലെ പശുവിനെ വിറ്റുവാങ്ങിയ ഹോക്കി കിറ്റുമായി ആരംഭിച്ച യാത്ര 2020 2024 ഒളിമ്പിക് വെങ്കല മെഡലുകളിൽ എത്തി നിൽക്കുന്നു. എനിക്കിനി ചിരിക്കാം എന്നായിരുന്നു ആദ്യ മെഡൽ നേട്ടത്തിന് ശേഷം ശ്രീജേഷ് കുറിച്ചത്. ഒരിക്കലും തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു കളിക്കാരന്റെ അയാളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെയെല്ലാം ലക്ഷ്യപ്രാപ്തിയുടെ ആദ്യ പടിയായിരുന്നു അത്. ഇന്ത്യയുടെ 41 വർഷത്തെ കാത്തിരിപ്പിന്റെ വിരാമം കൂടിയായിരുന്നു 2020 ആ വെങ്കല മെഡൽ.
2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ ക്വാർട്ടറിലെത്തിച്ചതും പുരുഷ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫിയിലെ വെള്ളി നേട്ടവും ക്യാപ്റ്റൻ എന്ന റോളിലുള്ള ശ്രീജേഷിന്റെ മികവായിരുന്നു. 2014 ഏഷ്യൻ ഗെയിംസിൽ പാകിസ്ഥാന്റെ പെനാൽറ്റി സ്ട്രോക്കുകൾ തട്ടിയകറ്റി ശ്രീജേഷ് ഇന്ത്യക്ക് നേടിക്കൊടുത്തത് സ്വർണ്ണ മെഡലായിരുന്നു. 2013 14 18 ചാമ്പ്യൻസ് ട്രോഫിയിൽ ടൂർണമെന്റിന്റെ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു. നേട്ടങ്ങളുടെ പട്ടിക ഇതങ്ങനെ നീളുന്നു. 2 പതിറ്റാണ്ടുകളായി ചോർന്നു പോവാത്ത കൈകളും പിളരാത്ത പ്രതിരോധവുമായി ഇന്ത്യൻ കോട്ടയാക്കുന്ന കാവൽക്കാരൻ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങിയാണ് കളിക്കളത്തോടെ 2024 വിട പറഞ്ഞത്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. പാരീസിന്റെ മനോഹാരിതയിൽ പൊലിഞ്ഞുപോയ പ്രതീക്ഷകളുടെ ഭാരം കൂടി ചേർത്ത് വെച്ച ഒളിമ്പിക്സ് ആയിരുന്നു 2024 വിവേചനങ്ങൾക്കും ലൈംഗികാതിക്രമത്തിനും എതിരായ പോരാട്ടങ്ങൾക്കൊടുവിൽ തളരാത്ത വീര്യവുമായാണ് വിനേഷ് ഫോഗട്ട് ഗോദയിലിറങ്ങിയത്. പക്ഷേ ഫൈനൽ മത്സരത്തിന് തൊട്ടുമുൻപ് 100 ഗ്രാം ഭാരം അധികമായതിന്റെ പേരിൽ വിനേഷിനെ അയോഗ്യയാക്കുകയായിരുന്നു. पूरा देश साथ खड़ा है तो हम आज हिम्मत से आप सबके सामने खड़े हैं और जब तक जिंदा हैं खड़े रहेंगे, झुकेंगे नहीं बस. പോയ വർഷത്തിന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണ് വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയും അതേ തുടർന്നുണ്ടായ വിരമിക്കൽ പ്രഖ്യാപനവും. ലൈംഗികാരോപണ വിധേയനായ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷണിനെതിരായ സമരത്തെ തുടർന്ന് തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട് വിനേഷ് ഫോഗട്ട്. തങ്ങൾക്ക് നീതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തനിക്ക് ലഭിച്ച മെഡലുകൾ ഗംഗയിൽ വലിച്ചെറിയാൻ വരെ വിനേഷ് തയ്യാറായി. ആത്മാഭിമാനത്തിനായി തെരുവിൽ നടത്തിയ യുദ്ധത്തിനൊടുവിലാണ് വിനേഷ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനെത്തുന്നത്. ആദ്യ റൗണ്ടിൽ തന്നെ 4 തവണ ലോക ചാമ്പ്യനായ, ഇന്നേ വരെ ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ പോലും തോൽക്കാത്ത ജപ്പാന്റെ ലൂയി സുസാക്കിയെ അടിയറവ് പറയിച്ച് ഗോദയിൽ കണക്ക് തീർത്തു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതുവരെ മത്സരത്തിൽ ജയിച്ചു നിന്ന സുസക്കിയെ മലർത്തിയടിച്ച ഫോഗട്ടിൽ ഒരു രാജ്യം തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെയും പ്രതീക്ഷകളുടെയും പോരാളിയെ കണ്ടു. അവിടെ നിന്നും ജയിച്ചു കയറിയ വിനേഷ് ഫൈനലിലെത്തിയപ്പോൾ രാജ്യം വീർപ്പടക്കി പിടിച്ച് കാത്തിരുന്നു. പക്ഷേ അനുവദനീയമായതിലും 100 ഗ്രാം ഭാരം അധികമായതിനെ തുടർന്ന് ഒരു മെഡൽ പോലുമില്ലാതെ പാരീസിന്റെ ദുഃഖമായി വിനേഷിന് മടങ്ങേണ്ടി വന്നു. അമ്മേ ക്ഷമിക്കണം, ഗുസ്തി ജയിച്ചു, പക്ഷേ ഞാൻ തോറ്റുപോയിരിക്കുന്നു എന്ന കുറിപ്പോടെ വിനേഷ് ഗോദയിൽ നിന്ന് എന്നേക്കുമായി മടങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചു. സ്വന്തം രാജ്യത്തിനാൽ ചവിട്ടേറ്റ, തെരുവിൽ വലിച്ചിഴക്കപ്പെട്ട ഈ പെൺകുട്ടി ലോകം ജയിക്കാൻ പോവുകയാണ്. സഹതാരമായ ബജ്രംഗ് പൂനിയ ഒളിമ്പിക്സിന് മുൻപ് വിനേഷിനെ കുറിച്ച് എക്സിൽ പങ്കുവച്ചതാണ്. 2024 മാത്രമല്ല, കായിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ചയായി ആശുപത്രി കിടക്കയിലുള്ള വിനേഷിന്റെ ചിത്രം മാറി. പക്ഷേ അവഗണിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരും തിരിച്ചു വന്ന ചരിത്രമേയുള്ളൂ കായിക ലോകത്തിന്. ജീവിതത്തിന്റെ ഗോദയിൽ പ്രകടിപ്പിച്ച അസാമാന്യ പോരാട്ട വീര്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പേരിൽ ഇന്ത്യൻ ഗുസ്തി വിനേഷിനോട് കടപ്പെട്ടിരിക്കുന്നു. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കായികം എന്ന് പറയുമ്പോൾ കയ്യടികളും ഗാലറികളും കാണികളുടെ ആവേശവും മൈതാനത്തെ കുതിപ്പുമെല്ലാമാണ് മനസ്സിലേക്ക് എത്തുക. എന്നാൽ ശാരീരികക്ഷമതയുടെയും മികവിന്റെയും പ്രകടനവും അത് ഒപ്പിയെടുക്കാനായി അസംഖ്യം ആംഗിളുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളുമെല്ലാമായി ചടുലമായ ഒരു കായിക ലോകമാണ് നമുക്കെല്ലാം പരിചിതം. പക്ഷേ ആളും മാർപ്പുവിളികളും ആരവവും ഇല്ലാതെ കരുനീക്കത്തിന്റെ കണിശതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കായിക ഇനമുണ്ട്. അതാണ് ചതുരംഗം. ഇന്ത്യക്ക് ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാണിക്കാവുന്ന നേട്ടങ്ങൾ പോയ വർഷം ചതുരംഗം സമ്മാനിച്ചു. ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസൺ മത്സരത്തിൽ നിന്ന് പുറത്തായതും ഇതേ വർഷം തന്നെ. ചെസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ പിറന്ന വർഷം കൂടിയാണ് 2024. ചൈനീസ് താരത്തെ അട്ടിമറിച്ച് 18-കാരനായ ഗുകേഷാണ് ഇന്ത്യയിലേക്ക് ലോക കിരീടം കൊണ്ടുവന്നത്. പതിനെട്ടുകാരൻ ചരിത്രം തിരുത്തിയ 2024. ഇങ്ങനെയൊരു വിശേഷണം കൂടി കായിക ലോകത്ത് ഇന്ത്യക്കുണ്ട്. കളത്തിൽ കരുത്തനായ ചൈനീസ് താരം ഡിങ് ലിറിനെയാണ് ദൊമ്മരാജു ഗുകേഷ് അട്ടിമറിച്ചത്.
ചൈനയുടെ ലോക കിരീട പ്രതീക്ഷയ്ക്ക് ചെക്ക് വെച്ച് 14-ാം റൗണ്ടിനൊടുവിൽ ചെന്നൈ സ്വദേശി ഗുകേഷ് കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന താരമെന്ന വിശേഷണവും ഗുകേഷിന് സ്വന്തം. 18 വയസ്സും 8 മാസവും 14 ദിവസവും മാത്രമാണ് ഗുകേഷിന്റെ പ്രായം. 22-ാം വയസ്സിൽ ലോക ചാമ്പ്യനായ ഗാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് ഗുകേഷ് മറികടന്നത്. 14 റൗണ്ടുകൾ നിറഞ്ഞതായിരുന്നു ചാമ്പ്യൻഷിപ്പ്. 1-ാം പോരാട്ടം ഡിംഗ്ലിറൻ ജയിച്ചപ്പോൾ 3-ാം പോരിൽ ജയം പിടിച്ച് ഗുകേഷ് തിരിച്ചടിച്ചു. 10-ാം മത്സരവും സമനിലയിൽ പിരിഞ്ഞതോടെ തുടരെ 7 പോരാട്ടങ്ങളാണ് ഒപ്പത്തിനൊപ്പമായത്. 11-ാം റൗണ്ടിൽ ഡിംഗ്ലിറിനെതിരെ നിർണായക ജയം ഗുകേഷ് സ്വന്തമാക്കി. 12-ാം റൗണ്ടിൽ ഗുകേഷിന് നിരാശ. അതോടെ പിന്നിലായിരുന്ന ലിറൻ ഒപ്പമെത്തി. 13-ാം റൗണ്ടും സമനിലയിൽ കലാശിച്ചതോടെ ഇരുവരും വീണ്ടും ഒപ്പത്തിനൊപ്പം. പതിനാലാം റൗണ്ടും സമനിലയിലേക്ക് നീങ്ങുമെന്ന് കരുതിയപ്പോൾ നിലവിലെ ചാമ്പ്യൻ 55-ാമത്തെ നീക്കത്തിൽ വരുത്തിയ പിഴവ് മുതലെടുത്ത് ഗുകേഷ് ലോക കിരീടം ചൂടി. 7-ാം വയസ്സിൽ കരുനീക്കം തുടങ്ങിയ ഗുകേഷ് ലോക റാങ്കിങ്ങിൽ തന്നെക്കാൾ മുന്നിലുള്ള 5 പേരെയാണ് പിന്തള്ളിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന വിശേഷണവും ഗുകേഷിന് സ്വന്തം. 2019 ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന പട്ടവും ഗുകേഷ് സ്വന്തമാക്കി. അന്ന് വെറും 12 വയസ്സും 7 മാസവും 12 ദിവസവുമായിരുന്നു ഗുകേഷിന്റെ പ്രായം. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള യോഗ്യതാ മത്സരമായിരുന്ന കാൻഡിഡേറ്റ് ചെസ്സിലും വിജയിച്ച് ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ജേതാവെന്ന വിശേഷണവും ഗുകേഷ് തന്റെ പേരിനൊപ്പം ചേർത്തുവെച്ചു. ഒടുവിലായി ലോക കിരീടവും കടന്ന് പുതിയ കരുനീക്കങ്ങളുമായി ഗുകേഷ് മുന്നേറുകയാണ്. കേരള വിഷൻ ന്യൂസ് സ്പോർട്സ് ഡെസ്ക്. ലോക ചെസ്സിൽ 2024 ഇന്ത്യയുടേതാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് അവസാനിച്ചത്. ചെസ്സിൽ വീണ്ടും ചരിത്രം കുറിച്ച് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കൊനേരു ഹംപി റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടി. ഇന്തോനേഷ്യയുടെ ഐറിൻ ഖരിഷ്മ സുക്കന്ദറിനെ 8.5 പോയിന്റോടെ പരാജയപ്പെടുത്തിയാണ് ഹംപി ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 15-ാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടി ലോക റെക്കോർഡിട്ട താരമാണ് കൊനേരു ഹംപി. റാപ്പിഡ് ചാമ്പ്യൻഷിപ്പുകളിൽ തന്റെ കരിയറിലുടനീളം സ്ഥിരതയാർന്ന പ്രകടനം ഹംപി കാഴ്ചവെച്ചിട്ടുണ്ട്. 2012 ഹംപിയുടെ ആദ്യ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് മെഡൽ. അന്ന് വെങ്കലമേ ലഭിച്ചുള്ളൂവെങ്കിലും 2019 ഹംപി അത് സ്വർണമാക്കി മാറ്റി. 2024 വിജയത്തോടെ 2 തവണ റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന 2ാമത്തെ വനിതയായി ഹംപി മാറി. പൊതുവെ നിശബ്ദമായ മത്സരങ്ങളും രംഗങ്ങളുമാണെങ്കിലും ഇക്കുറി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വേദികളും നാടകീയതകൾക്ക് സാക്ഷിയായി. റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന് മുൻ ചാമ്പ്യൻ മാഗ്നസ് കാൾസൺ ജീൻസ് ധരിച്ച് മത്സരത്തിലെത്തിയതിന്റെ പേരിൽ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തന്നെ പുറത്തായി. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ പ്രകാരമുള്ള ഡ്രസ് കോഡ് ലംഘിച്ചു എന്നതിനാലായിരുന്നു ഇത്. കാൾസനോട് ജീൻസ് മാറ്റിവരാൻ ഫെഡറേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടെങ്കിലും താരം വിസമ്മതിക്കുകയായിരുന്നു. ഇതോടെ കാൾസനെ മത്സരത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. But I got a warning that I need to change my... Well, first of all, I got a fine, which is fine. And then I got a warning that I would not be paired if I didn't go change my
Immediately. Close? No. They said that I could do it after the third round today. They can enforce their rules. That's fine by me. And my response is that fine, then I'm out. Like, you. ലോക ടെന്നീസിൽ 2024 അടയാളപ്പെടുത്തിയത് യുവതാരങ്ങളാണ്. നദാലും മറയും ബൊപ്പണ്ണയും അടക്കമുള്ള ഇതിഹാസ താരങ്ങൾ കോർട്ടിനോട് വിട പറഞ്ഞതും 2024 തന്നെ. സീസണിലെ 4 ഗ്രാൻഡ് സ്ലാമുകളിലും യുവതാരങ്ങളുടെ വാഴ്ചയാണ് കോർട്ടിൽ കണ്ടത്. ടെന്നീസ് കോർട്ടിൽ ഒരു തലമുറ മാറ്റത്തിനാണ് പോയ വർഷം സാക്ഷിയായത്. ലോക ടെന്നീസിന്റെ 2024 ആരംഭിച്ചത് തന്നെ യാനിക് സിന്നറുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീട നേട്ടത്തോടെയാണ്. ജനുവരിയിൽ നടന്ന ടൂർണമെന്റിൽ ഇതിഹാസ താരം ജോക്കോവിച്ചിനെ മറികടന്ന് ഫൈനലിലെത്തിയ സിന്നറിന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം നേട്ടമായിരുന്നു ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം. ഫൈനലിൽ ഡാനിയൽ മെദ്വദേവ് ആയിരുന്നു എതിരാളി. 19 വർഷങ്ങൾക്ക് ശേഷം നൊവാക് ജോക്കോവിച്ചോ റാഫേൽ നദാലോ റോജർ ഫെഡററോ ഇല്ലാത്ത ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത് പോയ വർഷമാണ്. അതിനു പിന്നാലെ US ഓപ്പണും ഇറ്റലിയിൽ നിന്നുള്ള ഈ 22-കാരൻ സ്വന്തമാക്കി. ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും സ്വന്തമാക്കിയതും യുവതലമുറയിലെ ഒരു താരം തന്നെ. വിംബിൾഡണിൽ ജോക്കോവിച്ചിനെയും സിന്നറെയും തോൽപ്പിച്ചാണ് കാർലോസ് അൽക്കാരസ് എന്ന സ്പെയിനിൽ നിന്നുള്ള 20-കാരൻ കിരീടം ചൂടിയത്. 24ാം ഗ്രാൻഡ് സ്ലാം എന്ന നൊവാക് ജോക്കോവിച്ചിന്റെ സ്വപ്നം തല്ലി തകർത്തുകൊണ്ടാണ് ഫൈനലിൽ അൽക്കാരസ് വിജയം നേടിയത്. വനിതാ വിഭാഗത്തിൽ 4 ഗ്രാൻഡ് സ്ലാമുകളിൽ 2 തന്റെ പേരിലാക്കി അരീന സബലങ്ക. US ഓപ്പണും ഓസ്ട്രേലിയൻ ഓപ്പണുമാണ് സബലങ്ക നേടിയത്. ഇതോടെ 3 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ തന്റെ കരിയറിൽ സബലങ്ക ചേർത്ത് കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ US ഓപ്പൺ ഫൈനലിലെ പരാജയത്തിനുള്ള മറുപടി കൂടിയായിരുന്നു സബലങ്കയുടെ ഇക്കൊല്ലത്തെ വിജയം. സെറീന വില്യംസിന് ശേഷം തുടർച്ചയായി 2 തവണ US ഓപ്പൺ ഫൈനലിലെത്തുന്ന താരമാണ് സബലങ്ക. അതേസമയം ഫ്രഞ്ച് ഓപ്പൺ കിരീടം പോളിഷ് താരമായ ഇഗ സ്വിയറ്റേക്കും വിംബിൾഡൺ ബാർബറ ക്രജിക്കോവയും സ്വന്തമാക്കി. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. 2 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയർ അവസാനിച്ച് ടെന്നീസ് ഇതിഹാസം റാഫേൽ നദാൽ പടിയിറങ്ങിയതും പോയ വർഷം തന്നെ. കളിയിൽ പുലർത്തുന്ന കൈയടക്കവും ആധിപത്യവും കണ്ട് ലോകം നദാലിന് ചാർത്തിക്കൊടുത്ത പേരാണ് കളിമൺ കോർട്ടിലെ രാജാവ് എന്നത്. നവംബറിൽ നടന്ന ഡേവിസ് കപ്പിലെ അവസാന മത്സരത്തിൽ തോൽവിയോടെ ആയിരുന്നു നദാലിന്റെ വിടപറച്ചിലെന്നത് ദുഃഖമായി അവശേഷിക്കും. 38-കാരനായ നദാൽ തന്റെ കരിയറിൽ നേടിയത് 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ്. ഫ്രഞ്ച് ഓപ്പണിൽ മാത്രം 14 കിരീടങ്ങൾ സ്വന്തമാക്കി. 92 സിംഗിൾസ് കിരീടങ്ങളും തന്റെ പേരിനൊപ്പം എഴുതി ചേർത്താണ് നദാൽ കോർട്ടൊഴിഞ്ഞത്. സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച വൈകാരികമായ വീഡിയോയിലൂടെയാണ് നദാൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഞാൻ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കുകയാണ്. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ പലതും കഠിനമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ജീവിതത്തിൽ എല്ലാത്തിനും ഒരു തുടക്കവും ഒടുക്കവുമുണ്ട് എന്നിങ്ങനെയായിരുന്നു വീഡിയോയിൽ നദാലിന്റെ വാക്കുകൾ. Hola a todos, estoy aquí para comunicaros que me retiro del tenis profesional y la realidad es que han sido unos años difíciles, estos 2 últimos especialmente. Creo que no he sido capaz de jugar sin limitaciones. Es una decisión que evidentemente es difícil, que me ha llevado tiempo tomarla. En esta vida pues todo tiene un principio y un final y creo que es el momento. യൂറോപ്യൻ വൻകരയെ ആകെ ചുവപ്പിച്ച 2024 യൂറോ കപ്പിൽ സ്പെയിൻ കിരീടം ചൂടി. തങ്ങളുടെ ആധിപത്യം വീണ്ടും പറഞ്ഞുറപ്പിക്കുന്ന സ്പെയിനിന്റെ 4ാം കിരീടമായിരുന്നു ഇത്. ഇതോടെ 4 യൂറോ കപ്പ് കിരീടങ്ങൾ നേടുന്ന ആദ്യത്തെ രാജ്യമായും സ്പെയിൻ മാറി. 1964, 2008, 2012 എന്നീ വർഷങ്ങളിലാണ് സ്പെയിൻ മുൻപ് കിരീടം സ്വന്തമാക്കിയത്. ഒരു 17-കാരന്റെയും 22-കാരന്റെയും കരുത്തിലാണ് സ്പെയിൻ ഫൈനലിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയത്. അതുമാത്രമല്ല, പുരുഷ ലോകകപ്പിലോ യൂറോ കപ്പിലോ കോപ്പ അമേരിക്കയിലോ ഫൈനലിൽ ഇറങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബ്രസീൽ ഇതിഹാസം പെലെയുടെ റെക്കോർഡ് തകർന്ന വർഷം കൂടിയാണ് 2024. പെലെയെ മറികടന്ന ഈ ബഹുമതി സ്പെയിനിന്റെ സ്റ്റാർ പ്ലെയർ ലാമിൻ യമാൽ സ്വന്തമാക്കി. 17 വയസ്സ് പൂർത്തിയായ ഒരു ദിവസത്തിന് ശേഷമാണ് യമാൽ ടീമിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെട്ടത്.
ആവേശകരമായ ഫൈനലിൽ കൊളംബിയയെ വീഴ്ത്തി 2024 കോപ്പ അമേരിക്ക കിരീടം മെസ്സിയുടെ നീലപ്പട നിലനിർത്തി. 16ാം തവണയാണ് അർജന്റീന കോപ്പ അമേരിക്കയിൽ ചാമ്പ്യന്മാരാകുന്നത്. മത്സരത്തിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് നിറകണ്ണുകളുമായി മൈതാനം വിട്ട മെസ്സിക്കുള്ള സമ്മാനം കൂടിയായിരുന്നു എക്സ്ട്രാ ടൈമിലെ മാർട്ടിനസിന്റെ വിജയഗോൾ. അർജന്റീനയ്ക്കും മെസ്സിക്കും 2024 അഭിമാന നേട്ടങ്ങളുടെ തുടർച്ചയായ വർഷം കൂടിയായിരുന്നു. വേർതിരിവുകളോ വിവേചനങ്ങളോ ഇല്ലാത്ത സമത്വത്തിന്റെ രാഷ്ട്രീയമാണ് കായിക ലോകത്ത് പുലരേണ്ടത്. കേവലം ഒരു വിനോദോപാധി എന്നതിലുപരിയായി വിഭിന്നമായൊരു ജനസമൂഹത്തെ ഒന്നിപ്പിക്കുന്ന ഘടകമായി മാറാൻ കായിക വിനോദങ്ങൾക്ക് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. അതിർത്തികൾക്കപ്പുറത്തേക്ക് ആരാധക വൃന്ദങ്ങളെ സൃഷ്ടിച്ചും കാണാത്തതും അറിയാത്തതുമായ നാട്ടിൽ നിന്നുള്ള കാൽപന്തു കളിക്കാരെ നെഞ്ചേറ്റിയും ഈ ഒന്നാവൽ വളരുന്നു. വർണ്ണമോ വർഗമോ ദേശീയതയോ മാനദണ്ഡമാകാത്ത പ്രതിഭ കൊണ്ട് മാത്രം പ്രകാശിക്കാൻ കഴിയുന്ന താരങ്ങൾ വരും വർഷങ്ങളിലും പിറവിയെടുക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. കായിക രംഗത്ത് നിരവധി റെക്കോർഡുകൾ തകർന്നടിഞ്ഞ പല രാജ്യങ്ങളുടെയും ടീമുകളുടെയും കാത്തിരിപ്പുകൾ സഫലമായ വർഷമാണ് കടന്നുപോകുന്നത്. ഭിന്നിപ്പുകളും വേർതിരിവുകളും നിഷ്പ്രഭമാകുന്ന മൈതാനങ്ങൾ പുലരുന്ന ഒരു 2025 കായിക രംഗം ഒരുങ്ങുകയാണ്.